നമസ്കാരം. ഇവിടെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. രാഹുൽ മാക്കൂട്ടത്തിന് ഹൈക്കോടതി നൽകിയിരുന്ന ജാമ്യാവസ്ഥയിൽ പറഞ്ഞിരുന്നതായ 3 ദിവസം SIT സംഘം മുന്നിൽ ഹാജരാകണമെന്നും മൊഴികൾ വിശദമായിട്ട് നൽകണമെന്നും ഈ വിഷയം സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകാവുന്ന കാര്യങ്ങളെല്ലാം പ്രതിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് നൽകേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നൽകണം എന്ന് പറഞ്ഞിരുന്നു. അതേ പ്രകാരം കൃത്യമായിട്ട് തന്നെ അദ്ദേഹം ഈ 3 ദിവസം 16, 17, 18 തീയതികളിൽ SIT സംഘം മുന്നിൽ ഹാജരാവുകയും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് വിശദമായിട്ട് പറയുകയും നൽകേണ്ടുന്നതായ എവിഡൻസുകൾ അദ്ദേഹത്തിന് നൽകാവുന്നതായ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് അദ്ദേഹം പാസ്വേഡ് നൽകിയില്ല, മൊബൈൽ നൽകാമെന്ന് പറഞ്ഞ് പാസ്വേഡ് നൽകിയില്ല എന്നൊക്കെ. പാസ്വേഡ് അങ്ങനെ നൽകേണ്ടതില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ നൽകിയാൽ മതി. കാരണം അങ്ങനെ തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതൊരു കേസിലും പ്രതിയാക്കപ്പെടുന്ന വ്യക്തിക്ക് ആ വ്യക്തിക്ക് എതിരെ വരുന്ന തെളിവുകൾ ആ വ്യക്തി തന്നെ നൽകണം എന്ന് എവിടെയും അനുശാസിക്കുന്നില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രതിക്കെതിരെ വരുന്ന തെളിവുകൾ ആ പ്രതി തന്നെ നൽകുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അത് അന്വേഷണ സംഘം വേണമെങ്കിൽ കണ്ടെത്തണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിലപ്പോൾ പാസ്വേഡ് നൽകിയിട്ടുണ്ടാവില്ല. അത് നൽകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യകാരണങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് അതേപ്പറ്റി പറയാനുള്ളത്. എന്താണെങ്കിലും ശരി, ആ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ SSP സംഘത്തിൻ്റെ ഗൂഢലക്ഷ്യങ്ങളെപ്പറ്റി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, അതായത് രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സംഘം ഇതിനു മുമ്പ് അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്ത അവർ വിജയിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും അവസാനമായിട്ടും നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു കാര്യമായിരുന്നു ഈ കേരളം കണ്ട ഏറ്റവും മഹാനായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അവറുകളെ ഇതേ രീതിയിൽ ഉന്മൂലനം ചെയ്ത ഒരു കാര്യം. അത് നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരിക്കലും എത്ര വലിയ പ്രതിസന്ധിയിലും തളരാതെ അതിശക്തനായിട്ട് വളരെ കരുത്തനായിട്ട് നല്ല ജനകീയനായിട്ട് കേരളം കണ്ട ഏറ്റവും ജനകീയനായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ മേലെ ഒരു അശ്ലീല അപവാദ കഥ പ്രചരിപ്പിച്ച് ഒരു പരാതി ഉണ്ടാക്കി ആ പരാതി പ്രകാരം അദ്ദേഹത്തെ എല്ലാ രീതിയിലും തേജോവധം ചെയ്ത് അദ്ദേഹത്തെ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു അപഹാസ്യനാക്കി രാഷ്ട്രീയത്തിൽ നിന്ന് ഒതുക്കി ഇല്ലാതാക്കി, അതിനേക്കാളെല്ലാം ഉപരി സമൂഹത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും തന്നെയും അദ്ദേഹത്തെ ഇല്ലാതാക്കി വിജയശ്രീലാളിതനായി. എന്താണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ കിങ് പിൻ കോക്കസ് തന്നെ ആണ് ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെയും തിരിഞ്ഞിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ അവർ അതിശക്തമായിട്ട് അങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു. അതിനകത്ത് അവർ വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ അനുശോചന സമ്മേളനത്തിൽ പോലും പോയി നല്ല എന്താ പറയുക, മറ്റൊരു രീതിയിൽ പറഞ്ഞ ആഘോഷമാക്കി അനുശോചന സന്ദേശം അറിയിക്കാൻ അവർക്ക് സാധിച്ചു. അതിനുവേണ്ടി റീത്തുകളും കാര്യങ്ങളൊക്കെ എല്ലാം സമർപ്പിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും അതേ രീതിയിൽ തന്നെ അവർ രാഹുൽ മാക്കൂട്ടത്തിനെതിരെയും തിരിഞ്ഞിരുന്നു. പക്ഷേ അത് ഇതുവരെയും എവിടെ എത്താത്തതിനകത്തൊരു നിരാശ അവർക്ക് ശരിക്കുണ്ട്. കുറേ അധികം റീത്തുകൾ അവരെ സംഘടിപ്പിച്ച് വെച്ചിരുന്നു. റീത്തുകളെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. അതുപോലെ തന്നെ അനുശോചന സന്ദേശങ്ങൾ, അനുശോചന പ്രസംഗങ്ങളും ഒക്കെ PR ടീമുകളെല്ലാം തയ്യാറാക്കി കുറേ നാൾ സൂക്ഷിച്ചു. പക്ഷേ അത് ഇപ്പം അതിൻ്റെ മഷികളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. രാഹുൽ മാക്കൂട്ടം ഇപ്പോഴും അതിശക്തനായിട്ട് ഇങ്ങനെ അജയ്യനായിട്ട് പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നു. നിങ്ങളുടെ ചില ഈ ഹിജൻ അജണ്ടയിലൊന്നും അദ്ദേഹത്തെ ഇതുവരെ വീഴിക്കാൻ പറ്റാത്തതിലൊരു നിരാശ മൊത്തത്തിൽ SSP സംഘത്തിനുണ്ട്. അതിൻ്റെ ഹാലിളകുന്നുമുണ്ട്. എന്താണെങ്കിലും ശരി, നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഉമ്മൻചാണ്ടി സാറിനെതിരെ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ ഒരു കാര്യത്തെപ്പറ്റി ഈ കഴിഞ്ഞ ദിവസം അതിലെ പരാതിക്കാരിയായിരുന്ന, അതായത് അന്നത്തെ സോളാർ നായികയെ അന്ന് ജയിലിൽ കിടന്നിരുന്ന സാഹചര്യത്തിൽ എഴുതിയിരുന്ന കത്ത്, ആ കത്ത് അന്ന് 21 പേജേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരു 3 പേജും കൂടെ ആഡ് ചെയ്തതിനെപ്പറ്റി നമ്മൾ ഇവിടെ പൊതുമണ്ഡലത്തിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ആ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന 4 പേജ് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ. പക്ഷേ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ആ സ്ത്രീയുടെ തന്നെ, അല്ലെങ്കിൽ അന്നത്തെ ആ പരാതിക്കാരിയായിരുന്ന സ്ത്രീയുടെ അഡ്വക്കേറ്റായ ശ്രീ പെന്നി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ക്ലിയറായിട്ട് പൊതുമണ്ഡലത്തിൽ വന്നത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിൽ കൊടുത്ത മൊഴിയിലുണ്ടായിരുന്ന കത്തിലുണ്ടായിരുന്ന നേതാക്കന്മാരുടെ പേരുകൾ അങ്ങേക്ക് പറയുള്ളതാണ്.
എനിക്ക് എല്ലാവരും പേരും അറിയാമായിരുന്നു. പക്ഷെ അത് എല്ലാവരും ഇപ്പോഴും വിചാരിക്കുന്നത് അതൊരു കോൺഗ്രസ് മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസ്സുകാരൊന്നും അല്ലായിരുന്നു അതിനകത്ത്. പല രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു, സിനിമയിലെ മഹാനടന്മാർ വരെ ഉണ്ടായിരുന്നു. നടന്മാർ മഹാനടന്മാർ കുറച്ചേ ഉള്ളൂ. അവർ വരെ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അതെല്ലാം ഒതുക്കി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പേജസിന്റെ എണ്ണം കൂടിയിരിക്കുന്നു. പഴയ കത്തിന്റെ തുടർച്ചയാണോ പുതിയതായിട്ട് രീതിയാണോ? ആ പഴയ കത്ത് തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ കുറെ പേജും കൂടെ. അങ്ങനെ കൈഷൻ ശരിയാവുന്നു. കൈഷൻ എഴുതത് തന്നെ ആര് രീതി? ആ ഫെനി അത് പിന്നെ ഗണേശേട്ടൻ പറഞ്ഞ അത് എഴുതണമെന്ന് പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ പേര് പരാതിയിലുണ്ടെങ്കിൽ സരിത എന്തിനായിരിക്കും ഗണേഷിന്റെ പിയോടൊപ്പം പോകാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അയാൾ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു? ഇദ്ദേഹത്തിന്റെ പേര് ഉണ്ടെന്ന് പറഞ്ഞ് അത് അവന് വായിക്കുമ്പോൾ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. ഇത്രയുള്ള എന്നോട് പറഞ്ഞത്. ചെറിയ ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു എന്നോട്. അത് അങ്ങനെ തന്നെ ഫെനിയും പറയണമെന്ന് പറഞ്ഞു. അതായത് അവരെ കൊണ്ട് തന്നെയാണ് ആ 4 പേജ് എഴുതിപ്പിച്ചത്. ആ 4 പേജ് എഴുതിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീ KB ഗണേഷ് കുമാറാണെന്നും, അതുപോലെ തന്നെ KB ഗണേഷ് കുമാറിന്റെ പിന്നിൽ ഒരു കിങ് പിൻ തന്നെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും അതിനകത്ത് നിന്ന് വളരെ വ്യക്തമായിരുന്നു. ആ കിങ് പിൻ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണെങ്കിലും ശരി, ആ ഒരു വിഷയത്തിനകത്ത് ഈ പരാതിക്കാരിയെ കൊണ്ട് അന്ന് ഒരു 4 പേജ് അഡീഷണൽ ആയിട്ട് എഴുതിക്കുകയും ആ 4 പേജിൽ ആണ് ഈ ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ളവരുടെ പേരുകൾ കടന്നുകൂടുകയും മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഈ നായിക എഴുതിയ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളാർ നായിക എഴുതിയ ആ പരാതിയിലെ അല്ലെങ്കിൽ ആ കത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾ മാത്രമായിരുന്നില്ല, UDF നേതാക്കളും മാത്രമായിരുന്നില്ല, ഇടതുപക്ഷത്തെ ശക്തരായിട്ടുള്ള പല നേതാക്കളുടെ പേരുകളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഈ കിങ് പിന്നിൻ്റെ ഒത്താശയോടുകൂടി മായ്ക്കപ്പെട്ടു, അല്ലെങ്കിൽ അതൊന്നും പുറത്തേക്ക് വന്നില്ല. അതുകൂടാതെ സിനിമാ ലോകത്തെ മഹാനടന്മാർ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ്സുകാരൊന്നും അല്ലായിരുന്നു അതിനകത്ത്. പല രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു, സിനിമയിലെ മഹാനടന്മാർ വരെ ഉണ്ടായിരുന്നു. മഹാനടന്മാർ കുറച്ചേ ഉള്ളൂ. അവർ വരെ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. മഹാനടന്മാർ, അതായത് മഹാനടന്മാരെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേരേ ഉള്ളൂ. ആ നടന്മാരെന്ന് പറയുമ്പോൾ ഒന്നിലധികം പേരുകൾ ഉണ്ടെന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മായ്ക്കപ്പെട്ടു. ഇതെല്ലാം ഈ കിങ് പിൻ മായ്ക്കപ്പെട്ടു. എന്നിട്ട് ഈ കോൺഗ്രസ് നേതാക്കളുടെ മാത്രം പേരുകൾ വെച്ച് അവരത് പബ്ലിക്കിലേക്ക് എടുത്തിട്ട് കൊടുക്കുകയും അതിനേക്കാളെല്ലാം ഉപരി അവർക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെതിരെ പരാതി തന്നെ എഴുതി വാങ്ങി ആ ഒരു മനുഷ്യനെ ഇല്ലാതാക്കി എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഈ കത്ത് പോയത് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എന്താ ഉറപ്പ്? ഈ പ്രദീപ് കൊണ്ട് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ അടുത്ത് കൊടുത്ത് ബാലകൃഷ്ണപിള്ള സാർ എന്നെ വിളിച്ചിരുന്നു. സ്വന്തം മകന്റെ പേരുള്ള ഒരു പരാതി എന്നെ വിളിച്ചിരുന്നു. മകന്റെ അറിവോടുകൂടി കേട്ടു വിളിച്ചിരുന്നു. ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഈ കേസിൻ്റെ കാര്യത്തിനൊക്കെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, നമുക്കെല്ലാം പ്രാക്ടിക്കൽ ചെയ്ത് കൊടുക്കാൻ സരിതയെ അദ്ദേഹത്തെ നേരത്തെ മുതലേ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കെന്തോ ചെയ്യാൻ പറ്റുമോ അതിനകത്തെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സന്താനമാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഇതന്നെ അദ്ദേഹം പറഞ്ഞത്. എനിക്ക് എൻ്റെ മോന് ആണെങ്കിൽ ഞാൻ പറഞ്ഞ് കേൾക്കാത്തൊരു മോനാണ്, എനിക്ക് അവനെക്കുറിച്ചൊന്നും പറയണം, എനിക്ക് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറ് എൻ്റെ സന്താനം ശരിയല്ലെങ്കിൽ ഞാൻ എന്തിനാണ് പിന്നെ ഇതിനെ പുറകെ എൻ്റെ മോനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. ഫെനി എൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കും. പിന്നെ ജാമ്യത്തിനും എന്നുള്ള ഫെനി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, സഹായിക്കാൻ പറഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനെക്ക് എതിരായിട്ട് എന്നോട് സംസാരിച്ചു. ധാർമ്മികത എങ്കിലും ഈ ബാധിക്കപ്പെട്ട പെൺകുട്ടിയെ സഹായിക്കാൻ പറഞ്ഞ് വേണ്ടുന്ന ഫെനി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും, അത് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാൻ തോന്നുന്നു. അതിനുശേഷം ബാലകൃഷ്ണപിള്ള സാറ് ഒത്തിരി കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. ഈ കത്തെഴുതിയത് സരിതയുടെ തന്നെ കീഴ്പ്പഴ എഴുതിയത്. പിന്നാണ് ഗണേഷ് കുമാർ എന്നെ കാണാൻ വരുന്നതും എന്നോട് സംസാരിക്കുന്നതൊക്കെ പിന്നീടാണ് തുടങ്ങിയത്. ശരി, എവിടെ വെച്ചാൽ ഗണേഷ് കുമാർ കണ്ടത്? ഗണേഷ് കുമാർ എന്നെ കൊട്ടാരക്കരയിലും പിന്നെ നമ്മുടെ ഏനാത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് എന്നെ കണ്ടത്. ആദ്യം അന്ന് അദ്ദേഹം മുടി ഉള്ള മുട്ടയടിച്ചിട്ടായിരുന്നു. അന്ന് എന്താ സിനിമയ്ക്ക് ആക്ട് ചെയ്യാനോ എന്തോ അങ്ങനെ മാറ്റിയതായിരിക്കും. അപ്പം അങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതുപോലെ ജനങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന പ്രവണത. ഔദ്യോഗിക വാഹനത്തിലാണോ വന്നത്? ഔദ്യോഗിക വാഹനം തന്നെയാണ് വന്നത്. വന്നിട്ട് ഒരു സൈഡിൽ നിർത്തി. അന്നേരം പ്രദീപ് ഇറങ്ങിയിട്ട് വന്നത് ഫെനി പിന്നെ വക്കീൽ അദ്ദേഹം തന്നെ വിളിച്ചോണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തോണമെന്ന് പറഞ്ഞു. അത് ബാക്കി കാര്യങ്ങളെല്ലാം പ്രദീപ് പറഞ്ഞു നമുക്കൊരു മിഷൻ അടുത്ത ഉള്ളണമെന്ന് പറഞ്ഞു.
ആ മിഷനിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ആ മിഷനാണ് SSP. ഞാൻ ഓക്കെ. അല്ല, ആ സമയത്തേക്ക് ഇയാളുടെ മന്ത്രിസ്ഥാനം പോയില്ലേ? ഏത് ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം പോയില്ലേ? മന്ത്രിസ്ഥാനമൊക്കെ പോയി. മന്ത്രിസ്ഥാനം മന്ത്രി ആയില്ല. MLA വണ്ടിയിലാണ് വരുന്നത്. MLA വണ്ടി തന്നെ, മന്ത്രി ആയിട്ടില്ല. അല്ല, രാജിവെച്ചിട്ട് നിൽക്കുകയാണ് അച്ഛനോട്ടുള്ള പ്രശ്നം. അതെ, അച്ഛനെ ദിവസം രാജിവെച്ച് നിൽക്കുക. അന്നേരം നമുക്കൊരു വലിയൊരു ഇതിൻ്റെ ഒരു മിഷനുണ്ട്. ആ മിഷനിലേക്കാണ് നമ്മൾ ഇനിയും പോകേണ്ടതെന്ന് പറഞ്ഞു. ആ മിഷനാണ് പിന്നെ പ്രദീപ് കാര്യങ്ങൾ. അതിനുശേഷമാണ് ശരണ്യ പണം തന്നിരുന്നോ? ഗണേഷ് കുമാർ പണം തന്നെ. ഗണേഷ് കുമാർ പണം എനിക്ക് പ്രദീപിനടുത്ത് കൊടുത്തു വിട്ട് തന്നിരുന്നു. എങ്ങനെയായാലും പണം എത്തിയിരുന്നു, പണം എത്തിക്കൊണ്ടേയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും അതേ രീതിയിലേക്ക് രാഹുൽ മാക്കൂട്ടത്തിനെ അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ശ്രമം ഇതുവരെ വിജയിക്കാത്തതിലുള്ള ഒരു വിഷമം അവർക്ക് എപ്പോഴും ശരിക്കുണ്ട്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറിനുണ്ടായ അനുഭവങ്ങൾ അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറേ അധികം റീത്തുകളൊക്കെ വാങ്ങി വെച്ചിരുന്നുവെങ്കിലും ആ റീത്തുകളെല്ലാം കരിഞ്ഞുണങ്ങി. അതൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചവിറ്റുകൊടയിൽ തള്ളി. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പോലെ തന്നെ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുശോചന സന്ദേശം, അനുശോചന പ്രസംഗം ആഘോഷമാക്കിയ കിങ് പിൻ ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെയും ഈ രീതിയിലുള്ള കഥകൾ മെനഞ്ഞ് ഇല്ലാതാക്കി കഴിയുമ്പോൾ ഒരു അനുശോചന പ്രസംഗം ആഘോഷമാക്കാനൊക്കെ ആയിട്ട് PR വർക്കുകളെ കൊണ്ടൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നെങ്കിലും അതിൻ്റെ എല്ലാം മഷി ഉണങ്ങി. ഇപ്പോൾ അത് വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. രാഹുൽ മാക്കൂട്ടം അതിശക്തനായിട്ട് തന്നെ ഈ പൊതുമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്നു. ഇതിനെതിരെ ഇപ്പോൾ അവരുടെ രോഷം ഭയങ്കരമാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ SSP എന്ന ആ 3 വിഭാഗം കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നീക്കുന്നതെങ്കിൽ പോലും കൂടെ നമുക്കറിയാം ഇതിൻ്റെ ഒരു കിങ് പിന്നിനാണ് ഏറ്റവും കൂടുതൽ നിരാശയുള്ളത്. ആ നിരാശ അവരിനിയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രാവർത്തികമാക്കി അല്ലെങ്കിൽ അവരുടെ നിരാശ മാറ്റിയെടുക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പൊതുസമൂഹത്തിൻ്റെ നീതിബോധമുള്ള പൊതുസമൂഹം അല്ലെങ്കിൽ പൊതുജനം, മലയാളി സമൂഹത്തിൽ 1% നന്മയുള്ള സകല മലയാളികളും ഈ യുവ നേതാവിനെ ഈ രീതിയിൽ തേജോവധം ചെയ്ത് ഇല്ലാതാക്കുന്നതിനെതിരെ അതിശക്തമായ നിലപാടുകളുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രം അതങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ പറ്റിയെന്നില്ല, വിജയിക്കുകയില്ല എന്നുള്ളത് ഇപ്പോൾ അവർക്ക് തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അതാണ് ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. എന്തായാലും പൊതുസമൂഹത്തിൻ്റെ നീതിബോധം അതിശക്തമായിട്ട് ഉയർന്നു നിൽക്കേണ്ട ഒരു ആവശ്യകത ഇനിയും ഉണ്ട്. കാരണം നമ്മൾ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ നല്ല അവധാനതയോടുകൂടി പൊതുസമൂഹം നോക്കി കാണേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോയായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി.